ഏത് വിറ്റാമിന്റെ കുറവ് കൊണ്ടാണ് കണരോഗമുണ്ടാകുന്നത്? വിറ്റാമിൻ ഡി. എല്ലിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു കാൽസ്യം ഫോസ്ഫേറ്റ്. ബാക്ടീരിയ കണ്ടുപിടിച്ചത് ആര്? ലുവൻ ഹുക്ക്. എയ്ഡ്സുമായി ബന്ധപ്പെട്ട റെഡ് റിബൺ രൂപകൽപ്പന ചെയ്തത് ആര്? വിഷ്വൽ എയ്ഡ്സ്. ലൈംഗിക ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഗൊനാഡ് ഗ്രന്ഥി. ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി ചികിത്സാ രീതി ഏത് രോഗത്തിനുള്ളതാണ്? അതിസാരം. നെവ ടെസ്റ്റ് ഏത് രോഗം നിർണയിക്കുന്നതിനാണ് നടത്തുന്നത്? എയ്ഡ്സ്. മനുഷ്യ ശരീരത്തിൽ ഇൻസുലിൻ പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥി പാൻക്രിയാസ്. ഹെപ്പറ്റോളജി എന്തിനെക്കുറിച്ചുള്ള ശാഖയാണ്? ഷഡ്പദങ്ങളെ. മനുഷ്യ ശരീരത്തിൽ സൂര്യപ്രകാശത്താൽ നിർമ്മിക്കപ്പെടുന്ന ഒരു ജീവകം ഡി. വർണ്ണാന്തതയുള്ള ആളിന് തിരിച്ചറിയാൻ കഴിയാത്ത വർണ്ണങ്ങൾ നീല, മഞ്ഞ. വാളൻ പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക്. ഏറ്റവും ബുദ്ധിയുള്ള കടൽ ജീവി ഡോൾഫിൻ. സങ്കര ഇനം നെല്ല് വികസിപ്പിച്ചെടുത്ത നെല്ല് ഗവേഷണ കേന്ദ്രം പട്ടാമ്പി. ഉറുമ്പിന്റെ ശരീരത്തിലടങ്ങിയ ആസിഡ് ഫോർമിക് ആസിഡ്. ഖാരിഫ് വിളയ്ക്ക് ഉദാഹരണമാണ് നിലക്കടല. സംസ്ഥാന സർക്കാർ മികച്ച കർഷകന് നൽകുന്ന അവാർഡ് കർഷകോത്തമ. പ്രത്യുൽപാദന ധർമ്മങ്ങൾക്ക് ആവശ്യമായ വിറ്റാമിൻ മയോപ്പിയ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? കണ്ണ്. സസ്യങ്ങളുടെ മൃദുവായ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന സസ്യകല പാരൻ കൈമ. രക്തത്തിൽ നിന്ന് മൂത്രം വേർതിരിച്ചെടുക്കുന്നത് വൃക്കാധമനികൾ വഴി. മനുഷ്യ ശരീരത്തിലെ പേശികളുടെ എണ്ണം 639. അന്നജ നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന ഘടകവർണ്ണങ്ങൾ ചുവപ്പും പച്ചയും. പകർച്ചവ്യാധികളുടെ കൂട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ സംക്രമണ സാധ്യതയുള്ള രോഗം കുഷ്ഠം. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി. മാട്ടുപ്പെട്ടിയിലെ ഇന്തോസിസ് പ്രൊജക്ട് വികസിപ്പിച്ചെടുത്ത ഒരു സങ്കര ഇനം പശു ഏത്? സുനന്ദിനി. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നത് പ്ലേറ്റ്ലെറ്റുകൾ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. തലച്ചോറിനെ ബാധിക്കുന്ന രോഗം മെനിഞ്ചൈറ്റിസ്. ട്യൂമറുകളെ കുറിച്ചുള്ള പഠനം ഓൺകോളജി. ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി. ORS ലായനിയുടെ ചേരുവകളിൽ പെടാത്തത് സോഡിയം കാർബണേറ്റ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം പല്ലിന്റെ ഇനാമൽ. ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്നത് സുക്രോസ്. ഹരിതശ്രീ പദ്ധതിയുടെ ലക്ഷ്യം പച്ചക്കറി അധിക ഉൽപാദനം. തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം നിലമ്പൂർ. രക്തത്തിൽ കാൽസ്യത്തിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ടെറ്റനി. കെരാറ്റിൻ എന്ന പദാർത്ഥം ഉള്ളത് ചർമ്മത്തിൽ. നെഫ്രോൺ ഏത് ശരീരഭാഗത്താണ്? വൃക്കയിൽ. ബലൂണിൽ ഉപയോഗിക്കുന്ന വാതകം ഹൈഡ്രജൻ. വളരെ വേഗം വളരുന്ന ഒരു വൃക്ഷം മുള. മാങ്ങയുടെ ശാസ്ത്രീയ നാമം മഗ്നിഫെറ ഇൻഡിക. ശരീരത്തിലെ രാസപരീക്ഷണശാല കരള്.
ചെടിയുടെ വളർച്ച അറിയാൻ ഉപയോഗിക്കുന്നത്? ക്രെസ്കോഗ്രാഫ്. മുട്ട ഉൽപാദനത്തെ സൂചിപ്പിക്കുന്നത്? സിൽവർ റവല്യൂഷൻ. പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന ഒരു സസ്യം? കരിമ്പ്. ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും രൂപത്തെക്കുറിച്ചുള്ള പഠനം? മോർഫോളജി. കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്നത്? മണ്ണിര. ഒരു ഇല മാത്രമുള്ള സസ്യം? വാഴ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ആദ്യമായി തയ്യാറാക്കിയത് ഏത് ഭാഷയിലാണ്? ലാറ്റിൻ. വിറ്റാമിൻ കെ എന്തിന് സഹായിക്കുന്നു? രക്തം കട്ട പിടിക്കാൻ. പാലിനെ തൈരാക്കുന്ന സൂക്ഷ്മാണു? ബാക്ടീരിയ. ചിക്കൻ ഗുനിയയ്ക്ക് കാരണമാകുന്ന വൈറസിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? ലംസ് ഡെൽ. പോളിയോ തുള്ളിമരുന്ന് കണ്ടുപിടിച്ചത്? ആൽബർട്ട് ബ്രൂസാബിൻ. പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് എന്ന ബഹുമതിക്ക് അർഹനായത്? ഹിസ്മാർക്ക്. ഈ രോഗം കരളിനെയാണ് ബാധിക്കുന്നത്? ഡയാലിസിസ്, ത്രോംബോസിസ്, സിറോസിസ്, ലെപ്റ്റോറോസിസ്. സിറോസിസ്. ഉത്തരം സിറോസിസ്. ഒറിജിൻ ഓഫ് സ്പീഷ്യസ് എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഡാർവിൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ യഥാർത്ഥ മത്സ്യം? സ്റ്റാർഫിഷ്, കട്ടിൽ ഫിഷ്, ഫ്ലൈം ഫിഷ്, ജെല്ലി ഫിഷ്. ഉത്തരം കട്ടിൽ ഫിഷ്. ഏത് മരത്തിന്റെ കായാണ് ലാറ്റക്സ് എന്നറിയപ്പെടുന്നത്? റബ്ബർ. ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ? വിറ്റാമിൻ സി. ജനിച്ചാലുടൻ കുട്ടികൾക്ക് ലഭിക്കുന്ന ആദ്യത്തെ പ്രതിരോധം? കൊളസ്ട്രം അടങ്ങിയ മുലപ്പാൽ. മനുഷ്യരിൽ ഗർഭകാലം എത്ര ദിവസം? 280. ORS ലായനിയുടെ ഘടകമല്ലാത്തത് ഏത്? സോഡിയം ക്ലോറൈഡ്, ഗ്ലൂക്കോസ്, പൊട്ടാസ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം സൾഫേറ്റ്. സംതിങ് റോങ്. പൾസ് പോളിയോ പരിപാടിയുടെ ഉദ്ദേശ ലക്ഷ്യം? പോളിയോ നിർമ്മാർജ്ജനം. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്ന് അറിയപ്പെടുന്ന അവയവം? വൃക്ക. മാൻഡിബിൾ എന്ന് അറിയപ്പെടുന്ന അസ്ഥി? കീഴ്ത്താടിയെല്ല്. ഏറ്റവും വലിയ ഹൃദയമുള്ള ജീവി? തിമിംഗലം. പേശി സങ്കോചം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം? കൈമോഗ്രാഫ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം? ജനീവ. ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന തലച്ചോറിന്റെ പ്രധാന ഭാഗം? സെറിബ്രം. പല്ലുകളെ കുറിച്ചുള്ള പഠനം? ഓഡന്റോളജി. രോഗപ്രതിരോധ ശാസ്ത്രത്തിന്റെ പിതാവ്? എഡ്വേർഡ് ജെന്നർ. കൊതുക് പരത്തുന്ന രോഗങ്ങളിൽ ഉൾപ്പെടാത്തത്? ഡെങ്കിപ്പനി, മഞ്ഞപ്പനി, കോങ്കോപ്പനി, മലമ്പനി. ഉത്തരം കോങ്കോപ്പനി. രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയത് ആര്? കാൾ ലാൻഡ്സ്റ്റൈനർ. ചുണ്ടൻ വള്ളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തടി? ആഞ്ഞിലി. സസ്യത്തിന്റെ മൃദുഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന കല? പാരൻ കൈമ. പ്രകാശ സംശ്ലേഷണ നിരക്ക് ഏറ്റവും കൂടുതൽ നടക്കുന്നത്? ചുവപ്പ് പ്രകാശത്തിൽ. തക്കാളിക്ക് നിറം നൽകുന്ന രാസഘടകം? ലൈക്കോപ്പിൻ. പ്രായപൂർത്തിയായവരിൽ ലോപിച്ചും കുട്ടികളിൽ വലിപ്പം കൂടിയും കാണപ്പെടുന്ന അസ്ഥി? തൈമസ്. ഓട്ടോസ്പി എന്നത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പദമാണ്? പോസ്റ്റ്മോർട്ടം. മഞ്ഞപ്പിത്തത്തിന് ഉപയോഗിക്കുന്ന ഔഷധ സസ്യമാണ്
കീഴാർനെല്ലി. എട്ടുകാലിയുടെ ശ്വസനാവയവം ബുക്ക് ലങ്. സുഷുമ്ന നാഡികളുടെ എണ്ണം 62. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള മൂലകം ഓക്സിജൻ. ജലം മുഖാന്തരമുള്ള പരാഗണമാണ് ഹൈഡ്രോഫിലി. താഴെ പറയുന്നവയിൽ ലൈംഗിക രോഗമേതാണ്? സിഫിലിസ്, ആന്ത്രാക്സ്, ബോട്ടുലിസം, വൂഫിംഗ് കഫ്. ഉത്തരം സിഫിലിസ്. വൈറ്റ് പ്ലാഗ് എന്നറിയപ്പെടുന്നത് ക്ഷയം. പ്രസവ സമയത്ത് ഗർഭിണികളിൽ കുത്തിവയ്ക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ. ടാക്കോഫിറോൺ എന്നറിയപ്പെടുന്ന ജീവകം ഇ. മനുഷ്യൻ ഉൾപ്പെടുന്ന ജന്തു വിഭാഗമാണ് കോർഡേറ്റ. കാബേജിന്റെ ഗന്ധത്തിന് നിദാനമായ ഘടകം ഫെനിഗ്രീൻ. രാജപാളയം എന്നത് എന്താണ്? ഒരിനം നായയാണ് രാജപാളയം. ഭയപ്പെടുമ്പോൾ മനുഷ്യ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഏതാണ്? അഡ്രിനാലിൻ. മദ്യത്തോടുള്ള അതിയായ ആസക്തിയെ വിളിക്കുന്ന പേരെന്താണ്? ഡിപ്സോമാനിയ. മനുഷ്യ ശരീരത്തിലെ ആകെ പേശികളുടെ എണ്ണം 639. DPT വാക്സിൻ നൽകുന്നത് ഏത് രോഗം തടയാനാണ്? DPT വാക്സിൻ നൽകുന്നത് ഏത് രോഗം തടയാനാണ്? ഡിഫ്തീരിയ, ടെറ്റനസ്, വില്ലൻ ചുമ. എയ്ഡ്സിന്റെ വൈറസ് എന്തിന്റെ വളർച്ചയെ ബാധിക്കുന്നു? അരുണ രക്താണുക്കൾ. ക്രിഗർ മെന്റൽ പരീക്ഷണങ്ങൾ നടത്തിയത് ഏത് ചെടികളിൽ ആണ്? പയർ. ജനിതക എഞ്ചിനീയറിംഗിന്റെ പിതാവ് പോൾ ബർഗ്. പോളിയോ രോഗം ബാധിക്കുന്നത് ഡാഷിനെ ആണ്? നാഡീവ്യൂഹം. കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യ ജീവകം ഏത്? ജീവകം സി. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഓ. തെങ്ങ് ഏത് രാജ്യത്തിന്റെ ദേശീയ വൃക്ഷമാണ്? മാലിദ്വീപ്. ശാസ്ത്രീയമായ മുയൽ വളർത്തൽ ആണ് ഡാഷ്. കൂണിക്കൾച്ചർ. നാൽപ്പാമരത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അകിൽ. സിന്ധി പശുവിന്റെ ജന്മദേശം പാകിസ്ഥാൻ. ഹസ്തായുർവേദത്തിൽ വിവരിക്കുന്നത് ഏത് ജീവിയെ കുറിച്ചാണ്? ആന. ഹോമിനിഡുകളുടെയും മനുഷ്യക്കുരങ്ങുകളുടെയും പൊതുവായ മുൻഗാമി ആര്? ഡ്രയോപിത്തേക്കസ്. ഞണ്ടിന്റെ രക്തത്തിന്റെ നിറമെന്ത്? നീല. ഇന്ത്യയിൽ എത്ര കടുവാ സംരക്ഷണ കേന്ദ്രങ്ങളുണ്ട്? 42. ബിലി വെർഡിന്റെ നിറം എന്ത്? പച്ച. ഒരു സ്ഥിര സ്ഥായിക്കുദാഹരണമാണ് മാവ്. മഞ്ഞ വിപ്ലവം എന്തിനെ സൂചിപ്പിക്കുന്നു? എണ്ണക്കുരുക്കൾ. ചുവന്ന സ്വർണം എന്നറിയപ്പെടുന്ന കാർഷികോൽപ്പന്നം കുങ്കുമം. മാനസിക രോഗങ്ങൾക്ക് ഉത്തമ ഔഷധമായ സസ്യം ഏതാണ്? കുടങ്ങൽ. ജന്തുലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഫൈലം ഏത്?
പോഡൽ. പെരിടോണൈറ്റിസ് എന്ന രോഗാവസ്ഥ ഏത് ശരീരഭാഗത്തെ ബാധിക്കുന്നു? ഉദരം. സസ്യങ്ങളിൽ പാരൻകൈമ കോശങ്ങളുടെ ധർമ്മം ഏത്? ആഹാര സംഭരണം, വാതക വിനിമയം, സസ്യഭാഗങ്ങൾക്ക് ഉറപ്പു നൽകൽ. ഇവയെല്ലാം പാരാകൈമ കോശങ്ങളുടെ ധർമ്മങ്ങളാണ്. ചെമ്മീൻ ഏത് വിഭാഗത്തിൽപ്പെടുന്ന ആർത്രോപോഡാണ്? ക്രസ്റ്റേഷ്യൻ. മഴവെള്ളത്തിലൂടെ പരാഗണം നടത്തുന്ന ഒരു സസ്യമാണ് കുരുമുളക്. ജീവശാസ്ത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞനാണ്? ലാമാർക്ക്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെൽ സയൻസിന്റെ ആസ്ഥാനം എവിടെ? പൂനെ. HIV-യെ ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? മൊണ്ടെയ്നർ. മനുഷ്യ ശരീരത്തിലെ അന്തസ്രാവി, ബഹിസ്രാവി ഗ്രന്ഥികളുടെ സ്വഭാവം പ്രകടമാക്കുന്ന ഒരേ ഒരു ഗ്രന്ഥിയാണ് ആഗ്നേയ ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിൽ വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്ന കേന്ദ്രമാണ് തലാമസ്. നേത്രനാഡി ഒരു ഡാഷിന് ഉദാഹരണമാണ്? സംവേദനാഡിക്ക് ഉദാഹരണമാണ്. അൽഷിമേഴ്സ് രോഗം മൂലം മസ്തിഷ്കത്തിന്റെ ഏത് ഭാഗത്താണ് താളപ്പിഴകൾ ഉണ്ടാകുന്നത്? സെറിബ്രൽ കോർട്ടക്സ്. മൂങ്ങകൾക്ക് രാത്രി മനുഷ്യനേക്കാൾ കാഴ്ച കൂടുതലാവാൻ കാരണം? അവയുടെ കണ്ണുകളിൽ റോഡ് കോശങ്ങൾ കൂടാൻ പോഷക ആഹാരമേതാണ്? ധാന്യകം. ഓക്സിജൻ നേരിട്ട് വലിച്ചെടുക്കുന്ന ശരീരാവയവം ഏത്? കോർണിയ. ശരീരത്തിൽ ഇരുമ്പ് ആഗിരണം പ്രോത്സാഹിപ്പിക്കുന്ന വിറ്റാമിൻ ഏത്? ജീവകം സി. ചുവപ്പ് നിറമുള്ള വിറ്റാമിൻ ഏത്? B12. ശരീരത്തിൽ സൂയിസൈഡൽ ബാഗ് എന്നറിയപ്പെടുന്ന കോശാംശം ഏത്? ലൈസോസോം. മലമ്പനിക്ക് കാരണമാകുന്ന കൊതുകേത്? അനോഫെലിസ്. ശരീരത്തിൽ ഏറ്റവും കാഠിന്യം കൂടിയ പേശി ഏത്? ഗർഭാശയ പേശി. അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന രാസാഗ്നി? ഹെലിൻ. ഹെപ്പാരിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഡാഷിൽ വെച്ചാണ്? ബാസോഫിൽസ്. ആന്റിബോഡികളില്ലാത്ത രക്തഗ്രൂപ്പ്? AB. മാതാപിതാക്കളിൽ രക്തത്തിന്റെ RH ഘടകം വ്യത്യാസം വന്നാലുണ്ടാവുന്ന സങ്കീർണാവസ്ഥയാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. താഴെ പറയുന്നതിൽ ജീവകം ഏത്? നിക്കോട്ടിനിക് ആസിഡ്. താഴെ പറയുന്നതിൽ ഏതിന്റെ അഭാവം വിളർച്ചയ്ക്ക് കാരണമാകുന്നില്ല? പൊട്ടാസ്യം, ഇരുമ്പ്, ജീവകം B12, ജീവകം B9. ഉത്തരം പൊട്ടാസ്യം. ലിറ്റിൽ ലീഫ് ഡിസീസ് എന്ന സസ്യരോഗം ഏതിന്റെ അപര്യാപ്തത കൊണ്ടാണുണ്ടാകുന്നത്? സിങ്ക്. സസ്യങ്ങളുടെ വേരുകൾ ജലം ആഗിരണം ചെയ്യുന്ന പ്രക്രിയയാണ് വ്യതിവ്യാപനം. UNEP-യുടെ ആസ്ഥാനം എവിടെ? നെയ്റോബി. കേരളത്തിൽ എത്ര പക്ഷി സങ്കേതങ്ങൾ ഉണ്ട്? 5. മസ്തിഷ്കത്തെ കുറിച്ചുള്ള പഠനമാണ് ഫ്രീനോളജി. ജപ്പാൻ ചുരത്തിന് കാരണമാവുന്ന ജീവി? ക്യൂലക്സ് കൊതുക്.
താഴെ പറയുന്നവയിൽ 100% മരണസാധ്യതയുള്ള രോഗം ഏത്? പേവിഷബാധ. INH എന്ന ആന്റിബയോട്ടിക് ഏത് രോഗത്തിനു ഫലപ്രദമായി നൽകുന്നതാണ്? ക്ഷയം. ബിംബിസാര മഹാരാജാവിന്റെ കൊട്ടാരത്തിലെ പ്രസിദ്ധ ഭിഷങ്കരനായിരുന്നു ജീവകൻ. ഇന്ത്യയിലെ പെൻസിലിൻ പ്ലാന്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു? പിംപ്രി. ഹിസ്റ്ററി ഓഫ് ആനിമൽസ് ആരുടെ കൃതിയാണ്? അരിസ്റ്റോട്ടിൽ. ആൻസൈലോസ്റ്റോമിയാസിസ് രോഗമുണ്ടാക്കുന്ന പരാദജീവി ഏതാണ്? കൊക്കപ്പുഴു. ബർണേഴ്സ് ഗ്രന്ഥി എവിടെ സ്ഥിതി ചെയ്യുന്നു? ഡിയോഡെനം. ഈർപ്പരഹിതമായ പൊള്ളലാണ് സ്കാൾഡ്. തലച്ചോറിലെ ശ്വസന കേന്ദ്രം ഏത്? മെഡുല ഒബ്ലോങ്കേറ്റ. ഒരു മനുഷ്യന്റെ ടൈഡൽ വോള്യം എത്ര? 500 മില്ലി. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് അതിവേഗം പടരുന്ന രോഗങ്ങളാണ് പാൻഡെമിക്. ശരീരത്തിലെ ജലക്രമീകരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ. യൂറിക് ആസിഡ് അസ്ഥികളിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന രോഗമാണ് ഗൗട്ട്. വിഷൂചിക എന്നറിയപ്പെടുന്ന രോഗം ഏത്? കോളറ. രക്തത്തിൽ ആന്റിജൻ കാണപ്പെടുന്നത് എവിടെ? RBCയിൽ. മനുഷ്യനിൽ അലർജിക്ക് കാരണമാവുന്നത് ഏത് ഇമ്മ്യൂണോ ഗ്ലോബുലിന്റെ സാന്നിധ്യമാണ്? 1 GE. തേങ്ങാവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്? കാപ്രിക് ആസിഡ്. ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകം? കാർബൺ ഡൈ ഓക്സൈഡ്. അലൂമിനിയത്തിന്റെ അയിര്? ബോക്സൈറ്റ്. ജീവകം കെയുടെ രാസനാമം? ഫില്ലോക്യൂനോൺ. പച്ചക്കറികൾ ചൂടാക്കിയാൽ നഷ്ടമാകുന്ന വിറ്റാമിൻ? വിറ്റാമിൻ സി. താഴെ കൊഴുത്ത ലോഹങ്ങളിൽ ഗ്ലാസുമായി ചേരുന്നതേത്? വെള്ളി, പ്ലാറ്റിനം, ക്രോമിയം, നിക്കൽ. ഉത്തരം പ്ലാറ്റിനം. ഈയത്തിന്റെ അയിര് ഏതു പേരിൽ അറിയപ്പെടുന്നു? ഗലീന. പ്ലാസ്റ്റിക്കിന്റെ ലായകം ഏത്? ക്ലോറോഫോം. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത്? പ്ലാറ്റിനം. പെൻഡുലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം? ഇൻവാർ. കാപ്പിയിൽ കാണപ്പെടുന്ന ലഹരി പദാർത്ഥം? കഫീൻ. കാർബൺ 14ന്റെ ഐസോടോപ്പിന്റെ അർദ്ധായുസ്? 5760 വർഷം. മഞ്ഞ കേക്ക് എന്നറിയപ്പെടുന്ന സംയുക്തം? യുറേനിയം ഓക്സൈഡ്. ആവർത്തന പട്ടികയിലെ 100ാമത്തെ മൂലകം? ഫെർമിയം. ജർമ്മൻ സിൽവറിലെ ഘടകമൂലകമല്ലാത്തത് ഏത്? വെള്ളി. റബ്ബറിന്റെ ലായകം ഏത്? ബെൻസീൻ. ആപ്പിളിൽ അടങ്ങിയ ആസിഡ്? മാലിക് ആസിഡ്. വാട്ടർ ഗ്യാസ് ഏതെല്ലാം വാതകങ്ങളുടെ മിശ്രിതം ആണ്? കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ. ചോക്കിന്റെ രാസനാമം
ഏതാണ്? കാൽസ്യം കാർബണേറ്റ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം? ഹീലിയം. ഗാൽവനൈസേഷനു വേണ്ടി ഉപയോഗിക്കുന്ന ലോഹം? സിങ്ക്. കാന്ത നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്? അൽ നിക്കോ. ആഭരണങ്ങൾ നിർമ്മിക്കുന്നത് എത്ര കാരറ്റ് സ്വർണം ഉപയോഗിച്ചാണ്? 22. സൗരസെല്ലുകളിൽ ഉപയോഗിക്കുന്ന മൂലകം? സിലിക്കൺ. പഞ്ചസാരയിൽ എത്ര കാർബൺ ആറ്റങ്ങൾ ഉണ്ട്? 12. ദ്രാവകാവസ്ഥയിൽ ഉള്ള അലോഹം? ബ്രോമിൻ. ചുവന്ന ഉള്ളിയുടെ നീറ്റലിന് കാരണം? ഫോസ്ഫറസ്. കാർബണിന്റെ ഏറ്റവും ശുദ്ധമായ ക്രിസ്റ്റൽ രൂപം? വജ്രം. കടൽ ജലത്തിന്റെ pH മൂല്യം എത്ര? 8. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത്? സൾഫൂരിക് ആസിഡ്. ഫിലമെന്റ് ലാമ്പിൽ നിറയ്ക്കുന്ന വാതകം? ആർഗൺ. ചീത്തയാകാത്ത ആഹാരം ഏത്? തേൻ. ഇതായി രോഗത്തിന് കാരണമാകുന്ന മൂലകം? കാഡ്മിയം. ബെൻസീൻ കണ്ടുപിടിച്ചത് ആരാണ്? ഫാരഡേ. അമോണിയയിൽ അടങ്ങിയിട്ടുള്ളത് എന്തെല്ലാമാണ്? നൈട്രജൻ, ഹൈഡ്രജൻ. സയനൈഡ് പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കുന്ന ലോഹം? സ്വർണം. ഒരേ വിഷയത്തിൽ 2 തവണ നോബൽ സമ്മാനം നേടിയ വ്യക്തി? ഫെഡറിക് സാങ്ങർ. റേഡിയോ ആക്ടിവിറ്റി അളക്കുന്നതിനുള്ള ഉപകരണം? ഗീഗർ കൗണ്ടർ. ഗ്യാസ് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന വാതകം? അസറ്റിലിൻ. പദാർത്ഥത്തിന് വ്യാപ്തം കൂടുതൽ ഉള്ള അവസ്ഥ? വാതകം. ആറ്റം എന്ന പേര് നൽകിയത് ആരാണ്? ജോൺ ഡാൾട്ടൺ. ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്നത്? മെർക്കുറി. ഏത് മൂലകത്തിന്റെ രൂപാന്തരണം ആണ് ഓസോൺ? ഓക്സിജൻ. ഡ്രൈ സെൽ എത്ര വോൾട്ട് വൈദ്യുതിയാണ് ഉപയോഗിക്കുന്നത്? 1.5. ഭൗതിക മാറ്റത്തിന് ഉദാഹരണം ഏത്? വെള്ളം ഐസാകുന്നത്. പെൻസിലിൽ ലെഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്? ഗ്രാഫൈറ്റ്. നൈട്രജൻ വാതകത്തിന്റെ നിറം എന്താണ്? നിറമില്ല. ബോർഡോ മിശ്രിതത്തിൽ അടങ്ങിയ സംയുക്തം? തുരിശ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ലോഹം? അലൂമിനിയം. ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. മാർബിളിൽ അടങ്ങിയ ലോഹം? കാൽസ്യം. പ്രകൃതിയിൽ കാണപ്പെടുന്ന മൂലകങ്ങൾ എത്ര? 92. ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16. ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം? വജ്രം.
കാർ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ലോഹം ലെഡ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിൻ. മഞ്ഞുകട്ടയുടെ ദ്രവനില എത്ര? 4 ഡിഗ്രി സെൽഷ്യസ്. പിച്ച് ബ്ലെൻഡ് ഏത് ലോഹത്തിന്റെ അയിരാണ്? യുറേനിയം. ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഓസ്മിയം. സ്മെല്ലിംഗ് സാൾട്ട് എന്നറിയപ്പെടുന്ന പദാർത്ഥം അമോണിയം കാർബണേറ്റ്. സീഡികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം അലൂമിനിയം. ചുണ്ണാമ്പ് വെള്ളത്തിൽ ലിറ്റ്മസിന്റെ നിറം നീല. സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടുപിടിച്ചത് ആരാണ്? ഹാരി ബയർലി. ഹൈപ്പോ എന്നറിയപ്പെടുന്ന സംയുക്തം സോഡിയം തയോസൾഫേറ്റ്. ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയം. വുഡ് സ്പിരിറ്റ് എന്താണ്? ഈഥേൻ. നോ. വുഡ് സ്പിരിറ്റ് എന്താണ്? മീഥൈൽ ആൽക്കഹോൾ. പദാർത്ഥത്തിന്റെ ആറാമത്തെ അവസ്ഥ ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഭൂമിയിൽ ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് എവിടെയാണ്? ധ്രുവ പ്രദേശങ്ങളിൽ. നക്ഷത്രങ്ങളിൽ ദ്രവ്യം ഏത് അവസ്ഥയിലാണ്? ഖരം. താഴെ പറയുന്നവയിൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ് ഏതാണ്? സൗരോർജം, ബയോഗ്യാസ്, വിറക്, പ്രകൃതിവാതകം. ഉത്തരം പ്രകൃതിവാതകം. ചലനം കൊണ്ട് ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. ലംബമായി മുകളിലേക്കെറിഞ്ഞ ഒരു കല്ല് താഴോട്ടേക്ക് പതിക്കുമ്പോൾ ഗതികോർജം കൂടും, സ്ഥിതികോർജം കുറയും. ഊർജത്തിന്റെ CGS യൂണിറ്റ് എന്താണ്? എർഗ്. ഊഞ്ഞാലിന്റെ ചലനം ഏതു തരം ചലനത്തിന് ഉദാഹരണമാണ്? ദോലനം. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഒരു പ്രത്യേക ദിശയിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരണമാണ് പ്രവേഗം. അതിചാലകത കണ്ടെത്തിയത് ആരാണ്? കാമർ ലിങ്സ് ഓൺസ്. ഒരു സദിശ അളവാണ് ആക്കം. ജലത്തിലെ തന്മാത്രകളെ തമ്മിൽ ചേർത്തു നിർത്തുന്നത് ഏതുതരം ബലമാണ്? കൊഹീഷൻ. ഒരു കല്ല് വെള്ളത്തിലിട്ടപ്പോൾ മുങ്ങിപ്പോയി. കല്ല് ആദേശം ചെയ്യുന്ന ജലത്തിന്റെ ഭാരം കല്ലിന്റെ ഭാരത്തേക്കാൾ കുറവായിരിക്കും. കല്ല് ആദേശം ചെയ്യുന്ന ജലത്തിന്റെ ഭാരം കല്ലിന്റെ ഭാരത്തേക്കാൾ കുറവായിരിക്കും. ഏത് സിദ്ധാന്തത്തിന്റെ വെളിച്ചത്തിലാണ് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തെ വിശദീകരിച്ചത്? ക്വാണ്ടം സിദ്ധാന്തം. വാഹനങ്ങളുടെ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് ഏതുതരം മിറർ ആണ്? കോൺവെക്സ് മിറർ. ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് ഡെസിബൽ. സസ്യങ്ങളുടെ വേരുകൾ ജലം വലിച്ചെടുക്കുന്നു. എന്തിനു ഉദാഹരണമാണ്? കേശികത്വം. താഴെ പറയുന്നവയിൽ
വിസ്കോസിറ്റി കുറവ് ഏതിനാണ്? പെട്രോൾ. 1 ന്യൂട്ടൺ ഡാഷ് ഡെൻ ആണ്. 10⁵5 ഡെൻ ആണ്. ഒരു പ്രകാശവർഷം ഏതാണ്ട് എത്ര കിലോമീറ്ററിന് തുല്യമാണ്? 9.46 × 10⁻12 കിലോമീറ്റർ. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നത്. ഭ്രമണം. ഐൻസ്റ്റീൻ വിശിഷ്ട ആപേക്ഷിക സിദ്ധാന്തം അവതരിപ്പിച്ച വർഷം 1905. മനുഷ്യരിൽ വീക്ഷണ സ്ഥിരത എത്ര സമയത്തേക്കാണ്? 1/16 സെക്കൻഡ് സമയത്തേക്ക്. ഒപ്റ്റിക്കൽ ഫൈബറുകളിൽ അതിവേഗ വിവരവിനിമയത്തിന് ഉപയോഗിക്കുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസം. പൂർണ്ണാന്തരിക പ്രതിഫലനം. നിഴലുകൾ ക്രമരഹിതമായി കാണാൻ കാരണം പ്രകാശത്തിന്റെ ഏത് പ്രതിഭാസമാണ്? ഡിഫ്രാക്ഷൻ. പച്ച വെളിച്ചമുള്ള ഒരു മുറിയിലെ ചുവന്ന റോസാപ്പൂ ഏതു നിറത്തിൽ കാണപ്പെടുന്നു? കറുപ്പ്. നീല ഗ്ലാസ് പേപ്പറിലൂടെ സിയാൻ നിറത്തിലുള്ള ഒരു വസ്തുവിനെ നോക്കിയാൽ അതിന്റെ നിറം എന്തായിരിക്കും? നീല. അൾട്രാവയലറ്റ് കിരണങ്ങളുമായി ബന്ധപ്പെടാത്ത ഏതാണ്? വ്യാജവജ്രം തിരിച്ചറിയാൻ, നെയ്യിലെ മായം തിരിച്ചറിയാൻ, താപകിരണങ്ങൾ ശരീരത്തിൽ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ. ഉത്തരം താപകിരണങ്ങൾ. താഴെ പറയുന്നവയിൽ ഇൻസുലേറ്റർ ഏതാണ്? റബ്ബർ. പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടുതൽ എവിടെയാണ്? വജ്രത്തിൽ. ഇലക്ട്രോൺ അതിന്റെ അക്ഷത്തെ ആസ്പദമാക്കി ചുറ്റുന്നത് ഏത് ചലനത്തിന് ഉദാഹരണമാണ്? ഭ്രമണം. സൂര്യപ്രകാശത്തിലെ തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണമാണ് വയലറ്റ്. താഴെ പറയുന്നവയിൽ വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം. വെള്ളി. ഹ്രസ്വ ദൃഷ്ടി ഉള്ളവർക്ക് ഏത് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്? കോൺകേവ്. തടിയിലൂടെയുള്ള ശബ്ദത്തിന്റെ പ്രവേഗം എത്ര ആണ്? 3850 m/s. ബാക്ടീരിയ കാരണമാകാത്ത രോഗം ഏത്? ഇൻഫ്ലുവൻസ. ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ്? മെയ് 31. കാലിൽ ശ്രവണ ഇന്ദ്രിയമുള്ള ജീവി ചിവീഡ്. കുതിരയുടെ ജന്മനാട് മധ്യ ഏഷ്യ. മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ്? അനോഫിലസ്. ആനയുടെ ക്രോമസോം സംഖ്യ എത്രയാണ്? 56. പാറ്റയുടെ ചിറകുകളുടെ എണ്ണം എത്ര? 4. പൂച്ചകളെ ഭയപ്പെടുന്ന അവസ്ഥയ്ക്ക് വിളിക്കുന്ന പേര് എന്താണ്? എല്യൂറോഫോബിയ. ജിം കോർബറ്റ് നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം. കടുവ. കോടനാട് ആന പരിശീലന കേന്ദ്രം ഏത് ജില്ലയിലാണ്? എറണാകുളം. ആനയുടെ ഗർഭകാലം ഏകദേശം എത്ര ദിവസമാണ്? 645. കരയിലെ ഏറ്റവും വലിയ ജീവി ഏതാണ്? ആഫ്രിക്കൻ ആന. താഴെ പറഞ്ഞവയിൽ ആന സംസ്ഥാന മൃഗമല്ലാത്ത സംസ്ഥാനം? ജാർഖണ്ഡ്, കേരളം, ഒറീസ, ഛത്തീസ്ഗഡ്. ഉത്തരം ഛത്തീസ്ഗഡ്. പാറ്റയുടെ കുഞ്ഞുങ്ങൾ അറിയപ്പെടുന്നത്? നിംഫ്. പാറ്റയുടെ രക്തത്തിന്റെ നിറം എന്താണ്? നിറമില്ല. ആഴക്കടൽ മത്സ്യബന്ധനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയുക്തമായ കമ്മിറ്റി? മുരാരി കമ്മിറ്റി. ടി റെക്സ് എന്നത് ഒരു ഡാഷ് ആണ്? ദിനോസർ. ഡെവിൾ ഫിഷ്
എന്ന് അറിയപ്പെടുന്ന ജീവി നീരാളി. ആദ്യ ക്ലോണിംഗ് പശു ഏതാണ്? വിക്ടോറിയ. കാഴ്ച കൊണ്ടല്ലാതെ വഴി അറിയുന്ന സസ്തനി ഏതാണ്? വവ്വാൽ. ശരീരത്തിൽ രോമാവരണമില്ലാത്ത സസ്തനി ഏതാണ്? തിമിംഗലം. ജീവിക്കുന്ന ഫോസിൽ എന്നറിയപ്പെടുന്ന ജീവി തുവട്ടോറ. കോഴിമുട്ട വിരിയാനാവശ്യമായ അനുകൂല ഊഷ്മാവ് 40 ഡിഗ്രി. പെൺജീവി ഇടുന്ന മുട്ട വയറ്റിലെ അറയിൽ സൂക്ഷിക്കുന്ന ആൺജീവി ഏത്? കടൽ കുതിര. കാലുകൾ കൊണ്ട് സോതറിയുന്ന ജീവി ഏത്? ചിത്രശലഭം. മണ്ണിരയുടെ വിസർജനാവയവം ഏതാണ്? നെഫ്രീഡിയ. താറാവ് മുട്ട വിരിയാൻ എത്ര ദിവസം വേണം? 28. നെയ്യിന്റെ മഞ്ഞ നിറത്തിന്റെ കാരണം എന്താണ്? കരോട്ടിൻ. പന്നിപ്പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്ത വർഷം 2009. ഇന്ത്യയിൽ ആദ്യമായി പന്നിപ്പനി മരണം റിപ്പോർട്ട് ചെയ്ത നഗരം ഏതാണ്? പൂനെ. ജംഗിൾ ബുക്ക് എഴുതിയത് ആരാണ്? റുഡ്യാർഡ് കപ്ലിംഗ്. മാട്ടുപ്പെട്ടിയിൽ ഇന്തോസിസ് പ്രൊജക്ട് ആരംഭിച്ച വർഷം 1963. ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായ വർഷം 2010. മാട്ടുപ്പെട്ടിയിൽ വികസിപ്പിച്ചെടുത്ത ഒരു സങ്കരയിനം പശു സുനന്ദിനി. ഏറ്റവും കൂടുതൽ വാരിയലുകൾ ഉള്ള ജീവി പാമ്പ്. പറക്കും കുറുക്കൻ എന്നറിയപ്പെടുന്ന പക്ഷി വവ്വാൽ. കോഴിമുട്ടയിൽ കാണപ്പെടാത്ത വിറ്റാമിൻ സി. കാണപ്പെടുന്നതാണെങ്കിൽ ABE. നേപ്പാളിന്റെ ദേശീയ മൃഗം പശു. കുളമ്പ് രോഗത്തിന് കാരണം വൈറസ്. പശുവിന്റെ ആമാശയത്തിലെ അറകളുടെ എണ്ണം എത്ര? 4. കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന പാമ്പ് ഏതാണ്? ചേര. കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന പക്ഷി ഏതാണ്? മൂങ്ങ. പ്രസവിക്കുന്ന പാമ്പേത്? അണലി. അരിപ്പ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. കേരളത്തിലെ പക്ഷിഗ്രാമം ഏതാണ്? നൂറനാട്. ദേശാടന പക്ഷികൾ എത്തുന്ന കുമരകം ജില്ല ഏത് ജില്ലയിലാണ്? കോട്ടയം. ക്ലോണിങ്ങിലൂടെ പിറന്ന ആദ്യത്തെ ജീവി ചെമ്മരിയാട്. ആനിമൽ ഫാം ആരുടെ കൃതിയാണ്? ജോർജ് ഓർവെൽ. ലോക ജന്തുജന്യ ദിനം എന്നാണ്? ജൂലൈ 6. ലോക വനദിനം എന്നാണ്? മാർച്ച് 21. വന്യജീവി വാരം എന്നാണ്? ഒക്ടോബർ 2 മുതൽ 8 വരെ. പരിണാമ പ്രക്രിയയിലെ ആദ്യത്തെ ജന്തുവിഭാഗം മത്സ്യങ്ങൾ. ബാക്ടീരിയ ഉൾപ്പെടുന്ന ജന്തുവിഭാഗം മൊണീറ. വനദിനം മാർച്ച് 21. കാലാവസ്ഥാ ദിനം മാർച്ച് 22. ക്ഷയദിനം മാർച്ച് 23. മരുഭൂമിയിലെ കപ്പൽ ഒട്ടകം.
ചിരിക്കുന്ന മത്സ്യം ഡോൾഫിൻ. ഫോസിൽ മത്സ്യം സിലാകാന്ത്. ഭീകര മത്സ്യം പിരാന. സമയമറിയിക്കുന്ന പക്ഷി കാക്ക. അന്റാർട്ടിക്കയിലെ യതികൾ പെൻഗ്വിൻ. വിഡ്ഢിപ്പക്ഷി താറാവ്. പറക്കുന്ന സസ്തനി വവ്വാൽ. പറക്കും കുറുക്കൻ വവ്വാൽ. സമാധാനത്തിന്റെ പ്രതീകം പ്രാവ്. പ്രകൃതിയുടെ തോട്ടി കാക്ക. പ്രകൃതിയുടെ കലപ്പ മണ്ണിര. കർഷകന്റെ മിത്രം പക്ഷി മൂങ്ങ. പക്ഷികളുടെ രാജാവ് കഴുകൻ. പാമ്പുതീനി രാജവെമ്പാല. ടിബറ്റൻ കാള യാഗ്. പാവപ്പെട്ടവന്റെ പശു ആട്. കാട്ടിലെ എഞ്ചിനീയർ ബീവർ. അണക്കെട്ടുകൾ ഉണ്ടാക്കുന്നവർ. സസ്യഭോജിയായ മത്സ്യം കരിമീൻ. പാവപ്പെട്ടവന്റെ മത്സ്യം മത്തി. മരം കയറുന്ന മത്സ്യം അനാബസ്. ഹെലികോപ്റ്റർ പക്ഷി ആകാശക്കുരുവി. അലങ്കാര മത്സ്യങ്ങളുടെ റാണി ഏഞ്ചൽ ഫിഷ്. കാട്ടിലെ മരപ്പണിക്കാർ മരം കൊത്തി. ജ്ഞാനത്തിന്റെ പ്രതീകം മൂങ്ങ. കർഷകന്റെ മിത്രം പാമ്പ് ചേര. കർഷകന്റെ മിത്രം കലപ്പ. പാമ്പുകളെ കുറിച്ചുള്ള പഠനത്തെ എന്തു വിളിക്കുന്നു? ഓഫിയോളജി. ആഹാരം കഴുകി മാത്രം കഴിക്കുന്ന ജീവി റക്കൂൺ. പശുവിന്റെ ഗർഭകാലം എത്രയാണ്? 279 മുതൽ 299 ദിവസം വരെ. കരയിലെ ഏറ്റവും വലിയ ജീവി ആഫ്രിക്കൻ ആന. പൂച്ചകളെ ആരാധിച്ചിരുന്ന വിഭാഗം ഈജിപ്തുകാർ. ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി ഏതാണ്? നീലത്തിമിംഗലം. ആദ്യത്തെ ക്ലോണിംഗ് മാൻകുട്ടി ഏതാണ്? ഡ്യൂയി. ആദ്യത്തെ ക്ലോണിംഗ് പശു ഏതാണ്? വിക്ടോറിയ. ലോകത്തിലെ പക്ഷികൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഒളിവർ അസ്റ്റിൻ. രോഗമുള്ള പശുവിന്റെ പാൽ കുടിക്കുന്നത് മൂലം മനുഷ്യനിൽ ഉണ്ടാകുന്ന രോഗമേതാണ്? മാൾട്ടാപ്പനി. സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വ്യാപാരം തടയുന്ന സംഘടന ഏതാണ്? ട്രാഫിക്. ജീവശാസ്ത്രം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ലാമാർക്ക്. അരിപ്പ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. ഞണ്ടിന്റെ കാലുകളുടെ എണ്ണം 10. കരയിലെ ഏറ്റവും വേഗത കൂടിയ ജീവി ഏതാണ്? ചീറ്റ. ആൺകടുവയ്ക്ക് പെൺസിംഹത്തിലുണ്ടാകുന്ന കുട്ടിയെ വിളിക്കുന്ന പേര് എന്താണ്? ടൈഗൺ. മത്സ്യങ്ങളുടെ ശ്വസനാവയവം ഏതാണ്? ഗിൽസ്. കാനഡയുടെ ദേശീയ മൃഗം ബീവർ.
ഏറ്റവും ആഴത്തിൽ നീന്താൻ കഴിവുള്ള പക്ഷി? പെൻഗ്വിൻ.